മന്ത്രി സജി ചെറിയാൻ സത്യം പറഞ്ഞു. വളരെ സത്യസന്ധമായി അദ്ദേഹം പ്രതികരിച്ചാണ്. സാധാരണക്കാരൻ്റെ പ്രതികരണമായിട്ട് അദ്ദേഹം സാധാരണക്കാരൻ്റെ ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിക്കാറ്. ആ രൂപത്തിൽ പറഞ്ഞു പോയതാണ്. അല്ലാതെ സർക്കാരിനെ വെട്ടിലാക്കാനോ അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിന് ഒരു കുഴപ്പമാകട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത്, അദ്ദേഹത്തിന് ഗവൺമെൻറ് ആശുപത്രിയിൽ ഡെങ്കി വന്നപ്പോൾ അദ്ദേഹം ചികിത്സിക്കാൻ പോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ചികിത്സയിൽ മരണത്തിലേക്ക് എത്തുകയായിരുന്നു. സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു. അങ്ങനെ അമൃതയിൽ പോയി 14 ദിവസം കിടന്നു, ബോധമില്ലാതെ കിടന്നു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു. അവസാനം അദ്ദേഹം പറയുന്നത് സാധാരണക്കാരനെ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശരിയാണ്. എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകണമെന്നില്ല. ഒരു വലിയ ഗുരുതരാവസ്ഥയിൽ കിടന്നിരുന്ന അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവിടുത്തെ ഡോക്ടർമാർ തന്നെ പറയുന്നു. അദ്ദേഹത്തിന് അമൃത ആശുപത്രിയിൽ ചികിത്സ തേടാൻ പറ്റുന്നു, 14 ദിവസം അവിടെ കിടക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ, ഒരു പാവപ്പെട്ടവന് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ എന്നൊരു ചോദ്യം തിരിച്ചു വരാം. അങ്ങനെ ചോദ്യം തിരിച്ചു വരുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്നുണ്ടായ തെരുവിലെ സമരങ്ങൾ, എല്ലാ ജില്ലകളിലും നടന്ന UDFിൻ്റെയും BJPയുടെയും പ്രതിഷേധ സമരങ്ങൾ, അത് നല്ല സംഘർഷഭരിതമായ സമരം തന്നെയായിരുന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനോട് പ്രതികരിക്കുമ്പോഴാണ് അദ്ദേഹം ചികിത്സ തേടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെക്കുറിച്ചും അങ്ങനെ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയതിനെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ എന്തൊരു വൈരുദ്ധ്യമാണെന്ന് സ്വാഭാവികമായൊരു ചോദ്യം വരും. ആ വൈരുദ്ധ്യം അവിടെ നിൽക്കുകയാണ്. കാരണം ഇത് തുടക്കം മുതൽ തന്നെ ഈ കെട്ടിടം വീണ് ഒരു സ്ത്രീ മരിക്കാനുണ്ടായ സംഭവം തൊട്ടു മുതൽ തന്നെ മന്ത്രിമാർ ആ ഘട്ടത്തിൽ പ്രതികരിക്കേണ്ട രീതിയിലാണോ പ്രതികരിച്ചത്? അങ്ങനെ പ്രതികരിക്കാതെ അവിടെ നിന്നും വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടക്കാതിരുന്നത് ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആ ചോദ്യം ഉന്നയിക്കുന്ന ഘട്ടം മുതൽ തന്നെ പറയുന്നത് എന്താണ്? ഈ സമരങ്ങളും പ്രതിപക്ഷത്തെ സ്വാഭാവികമായും ഭരണപക്ഷം തിരിച്ച് അതേ രൂപത്തിൽ തന്നെ അതേ നാണയത്തിൽ മറുപടി നൽകും. ആ നാണയത്തിലുള്ള മറുപടി എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയെ രക്ഷിക്കാൻ, സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന എന്നുള്ളതാണ്. ആ ഗൂഢാലോചന എന്ന് പറയുന്നു അത് പ്രതിപക്ഷത്തിന് മാത്രമല്ല മാധ്യമങ്ങൾക്കും അത്തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട് എന്ന് നിരന്തരമായി പാർട്ടി മുഖപത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്ന് പറയുന്നിടത്താണ് അവിടെയാണ് തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് മന്ത്രി പറയുന്നത്. അതിനൊരു വൈരുദ്ധ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. പിന്നെ ഈ സ്വകാര്യ മേഖലയിലെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഈ സമരങ്ങളൊക്കെ സ്വകാര്യ ആശുപത്രികളിലേക്ക് സഹായിക്കാനാണോ യഥാർത്ഥത്തിൽ? വീണ ജോർജ് രാജിവെക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തിൽ പ്രതിപക്ഷം സമരം ചെയ്യുന്നതിൽ രാഷ്ട്രീയമുണ്ട്. ഉറപ്പായിട്ടും പ്രതിപക്ഷത്തിന് അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയം അവർ യഥാർത്ഥത്തിൽ അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിലപ്പുറം ആ വിഷയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു കെട്ടിടം വീഴുന്നു, അപ്പുറത്തത് ഒരു വലിയ കെട്ടിടം മുഴുവൻ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് മേനി പറയുകയാണ്. അത് പറയാം, അത് ആ കെട്ടിടം നിർമ്മിച്ച് വളരെ വേഗത്തിൽ തന്നെ അതിലേക്ക് ഈ രോഗികളെ മുഴുവൻ മാറ്റുകയും അവിടേക്ക് ഓപ്പറേഷൻ മാറ്റുകയും ചെയ്തത് പറയാമായിരുന്നു. ആ പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ അവിടെ തുടരുകയും അതിൽ 3 വാർഡുകൾ ഉണ്ടാകുകയും അതിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ടാകുകയും അത് പ്രവർത്തിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അതിലൊരു ഭാഗം അടർന്നു വീഴുന്നത്. ഭാഗ്യത്തിന് അത് മുഴുവൻ വീണില്ല. അത് ഭാഗ്യത്തിന് വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ തന്നെ എത്ര ലൈവത്തോൺ നടത്തി, എത്ര കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ നമ്മൾ കാണുന്നു. ശോചനീയാവസ്ഥയിൽ അപകടാവസ്ഥ കാണുന്നു. അപ്പോൾ അങ്ങനെ എപ്പോഴും വീഴാറാവുന്ന ഒരു അവസ്ഥയിൽ അവിടെ കെട്ടിടം കിടക്കുകയാണ്. ഇനി ഇതിലൊക്കെ എത്രത്തോളം വേഗം കാര്യങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു വശത്ത് പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യുകയാണെന്ന രൂപത്തിൽ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്കെതിരായ വേട്ട എന്ന രൂപത്തിലൊക്കെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നുണ്ട്. അപ്പുറത്ത് എത്രത്തോളം അതിൽ കറക്റ്റീവ് മെഷേഴ്സ് നടക്കുന്നു എന്നുള്ള കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ കളക്ടർ റിപ്പോർട്ട് നൽകുന്നുണ്ട്. ആദ്യ റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ബിന്ദുവിൻ്റെ കുടുംബം സാമ്പത്തികമായി അവരുടെ അവസ്ഥ എന്താണ്, അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട സഹായവുമായി ബന്ധപ്പെട്ട കണക്കുകൾ എത്ര കൊടുക്കേണ്ടി വരുമെന്നതിൻ്റെ ഒരു ഏകദേശ രൂപമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കളക്ടർ നൽകുന്നത്. പക്ഷേ കെട്ടിടം വീണതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് നൽകുമല്ലോ. ആ റിപ്പോർട്ട് എപ്പോൾ നൽകും? അതിന് വേഗം ഉണ്ടാകുമോ? ആ റിപ്പോർട്ട് ബാക്കി എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ അത് പുറത്തേക്ക് പ്രസിദ്ധീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ അതിൻ്റെ റിപ്പോർട്ടും പുറത്തേക്കാരും കണ്ടിട്ടില്ല. അതിലൊരു അനാസ്ഥയുടെ പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പറയുന്ന രൂപത്തിലേക്ക് അത് അങ്ങനെ പ്രവർത്തിക്കുമോ എന്നാണ് അറിയേണ്ടത്. സർക്കാർ ഇപ്പോൾ മുഴുവൻ സമയവും ഉണ്ടാകുന്ന പിഴവുകളുടെ ഘട്ടത്തിൽ ഉടനെ നേട്ടങ്ങളുടെ പട്ടിക നിരത്തുകയും കഴിഞ്ഞ സർക്കാരുകളുടെ കണക്കുകൾ നിരത്തുകയാണ് ചെയ്യുന്നത്. അതൊരു യഥാർത്ഥത്തിലുള്ള മറുപടിയല്ല. അത് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിനോട് പറഞ്ഞു നിൽക്കാം, മാധ്യമങ്ങളോട് വേണമെങ്കിൽ ഒരു വാക്തർക്കത്തിൽ ഏർപ്പെട്ട് അത് പറഞ്ഞു നിൽക്കാം. പക്ഷേ ജനങ്ങളോടത് പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രികളാണ്. സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സിക്കാൻ പറ്റാത്തവരാണ്. അമൃത ആശുപത്രിയിൽ പോയി 14 ദിവസം കടക്കാൻ കഴിവില്ലാത്തവരാണ്. ഡെങ്കിപ്പനി വന്നാലും അതിനൊരു സാധ്യതയില്ലാത്ത രോഗികൾ കൂടിയാണല്ലോ ഇത് കേൾക്കുന്നത്.
അങ്ങനെ ആ ജനങ്ങളോട് കൂടി റെപ്രസെൻറ്റ് ചെയ്തിട്ട് വേണം ഈ മറുപടികൾ പറയാൻ എന്നുള്ളതാണ്. വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യമൊന്നും ഞാൻ ഈ ഘട്ടത്തിലൊന്നും പറയുന്നില്ല. വീണ ജോർജിൻ്റെ ഭാഗത്ത് പിഴവുകളുണ്ടായിട്ടുള്ള പിഴവുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ആദ്യ ദിവസത്തെ പ്രതികരണമായിരുന്നു ആ പിഴവ്. അത് ഇനിയുള്ള ഘട്ടങ്ങളിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിൻ്റെ ഒരു പാഠമാവുകയാണ്. ആ പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പാഠം ഉൾക്കൊള്ളുന്ന രൂപത്തിലാണോ ഈ നിമിഷം വരെയും വരുന്ന പ്രതികരണങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ധാർഷ്ട്യത്തിൻ്റെയും ഈ പ്രതികാരം രൂപത്തിലുള്ള മറുപടികളും കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുക? അത് ജനം അംഗീകരിക്കുകയോ എന്ന് സർക്കാരാണ് പരിശോധിക്കേണ്ടത്. Meet the editors.